ഹായ് എവ്രി വൺ, വെൽക്കം ടു ക്യാനൻ ടോക്സ്. അമിത ഭക്ഷണവും പൊണ്ണത്തടിയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. എല്ലാ അമ്മമാരുടെയും ശ്രദ്ധിക്കുകയാണ് കേട്ടോ ഞാൻ ഈ കാര്യം പറയുന്നത്. എത്ര ഭക്ഷണം കഴിച്ചാലും വിശപ്പ് മാറുന്നില്ല എന്നുള്ള ഒരു തോന്നൽ നിങ്ങളുടെ കുട്ടികൾക്കുണ്ടോ? ഇത് കുട്ടികളുടെ കാര്യം മാത്രമല്ല, മുതിർന്ന ആളുകളിലും IT പ്രൊഫഷണൽസ് ആവട്ടെ, ചില ബിസിനസ് എക്സിക്യൂട്ടീവ്സ് ആവട്ടെ, അവരൊക്കെ വളരെയധികം ജോലി ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ എന്നാൽ പോലും അവർക്ക് മനസ്സമാധാനം കിട്ടാത്ത സാഹചര്യങ്ങളുണ്ട്. അപ്പോഴൊക്കെ അവർ ഈ മനസ്സമാധാനം കിട്ടാത്ത ആ ഒരു സ്ട്രെസ്സ് അവർ റിലീസ് ചെയ്യുന്നത് ഓവർ ഈറ്റിംഗ് വഴിയാണ്. ഇത് അവരുടെ ഒരു ശീലമായി മാറുന്നുണ്ട്. അപ്പോൾ ഈ അധിക ഭക്ഷണം കഴിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം വർദ്ധിക്കുകയും അമിതവണ്ണം ഉണ്ടാകുകയും ചെയ്യും. ഈ അമിതവണ്ണം ഉണ്ടാകുന്നത് വഴി ശാരീരിക പ്രശ്നങ്ങൾ മാത്രമല്ല, മാനസിക പ്രശ്നങ്ങളും ഉണ്ടാവും. മറ്റുള്ളവരുടെ കളിയാക്കലിനൊക്കെ വിധേയമാകേണ്ടി വരും. അമിതമായിട്ടുള്ള സ്ട്രെസ് അല്ലെങ്കിൽ ആങ്സൈറ്റി ഒക്കെ ഉണ്ടാവുമ്പോൾ ഇതിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചിലർ സ്വീകരിക്കുന്ന ഒരു മാർഗമാണ് ഓവർ ഈറ്റിംഗ് എന്ന് പറയുക. അല്ലെങ്കിൽ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം അവർക്കുണ്ടായി വരികയാണ് തനിയെ, അവരറിയാതെ. അതൊരു ഹാബിറ്റായിട്ട് വരികയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അമിത ഭക്ഷണം കഴിക്കാനുള്ള ഒരു ആസക്തി ഇവരിൽ ഉണ്ടാവുന്നത്? ഇങ്ങനെ അധികമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകളുടെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് കൂടുതലായിട്ട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഹോർമോൺസ് കൂടുതൽ ഉണ്ടാവുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ ചിലപ്പോൾ ബ്ലഡ് പ്രഷർ കൂടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഡയബറ്റിക് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് ചിലപ്പോൾ അമിതമായിട്ട് ഭക്ഷണത്തോടുള്ള ഒരു ആസക്തി ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം ഈ ആളുകൾ മനഃപൂർവ്വം ഡെവലപ്പ് ചെയ്യുന്നതല്ല, അത് അറിയാതെ അവരുടെ ബോഡിയിൽ ഹോർമോൺസ് അധികമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു ഹാബിറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടുന്ന ഹെൽപ്പ് അല്ലെങ്കിൽ അസിസ്റ്റൻസ് നമ്മൾ കൊടുക്കുകയും ചെയ്യണം. എന്തൊക്കെ അസിസ്റ്റൻസ് ആവാം? അവരുടെ ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് യോഗ, അല്ലെങ്കിൽ പ്രേയേഴ്സ്, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ സ്ട്രെസ്സ് നമുക്ക് റിലീസ് ചെയ്യാൻ കഴിയണം. ഈ സ്ട്രെസ്സ് അല്ലെങ്കിൽ ആങ്സൈറ്റി ഒക്കെ ബാലൻസ് ചെയ്യാൻ കഴിഞ്ഞാൽ പരിധി വരെ നമുക്ക് ഓവർ ഈറ്റിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അവരും ഫോളോ ചെയ്ത് ഇങ്ങനെയുള്ള ആളുകളുടെ ഈ ഫിസിക്കൽ പ്രോബ്ലംസും അവരുടെ മെൻ്റൽ പ്രോബ്ലംസും ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയും. If you're interested, follow my channel. Thank you. Bye bye. See you next time.